മെസ്സി പുറത്തു പോകുന്നു, അർജൻറ്റീന പുറത്തു പോകുന്നെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളിയുടെ വ്യൂവർഷിപ്പിനെ ബാധിക്കും, ബിസിനസ്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അർജൻറ്റീനയെ ജയിപ്പിക്കുക എന്നുള്ളത് ഫിഫയുടെ ഒരു ട്രേഡ് റെസ്പോൺസിബിലിറ്റി, ഒരു ബിസിനസ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ആ നിലക്കുള്ള ഒരു സംഗതിയാണ് ഇതിനകത്ത് നടന്നത് എന്ന വാദം ശക്തമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നിങ്ങൾക്ക് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ സബ്സ്റ്റാൻഷ്യേറ്റ് പറ്റില്ല. ഈ പറഞ്ഞ ഗോളിനെ കുറിച്ച് അതല്ല ഡിസാലോ ചെയ്തതിനെ കുറിച്ച് തന്നെ പല അർത്ഥത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ വ്യാഖ്യാനങ്ങൾക്കും ഈ കൺസ്പിറസി തിയറിക്കൊക്കെ സാധ്യത ഉണ്ടാക്കുന്ന സമീപനം ഫിഫയുടെ മൊത്തത്തിൽ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതാണ് അതിനെ പ്രശ്നമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ മെസ്സി മാത്രമല്ലോ ബ്രാൻഡ്, ഇത്തവണത്തെ സത്യത്തിൽ ബ്രാൻഡ് സലാം ബ്രാൻഡാണ്. റൊണാൾഡോ ആയിരുന്നു ഏറ്റവും കൂടുതൽ. റൊണാൾഡോ ഇത്തവണ അയാളുടെ വിരമിക്കൽ മത്സരം, അയാൾക്കൊരു കപ്പ്, അയാൾ 1000 ഗോൾ എന്നുള്ള വലിയൊരു സംഗതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഫിഫ അതിൻ്റെ ബ്രാൻഡ് വാല്യൂവും അതിൻ്റെ കൊമേഴ്സ്യൽ ആസ്പെക്റ്റും മാത്രമാണ് നോക്കുന്നതെങ്കിൽ മെസ്സിയെ മാത്രം നിലനിർത്തിയാൽ പോരാ, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളൊക്കെ എന്ന് മാത്രമല്ല അതിൽ വേറെയും ചോദ്യമുണ്ട്. ഇപ്പം മെസ്സി ഉള്ളത് കൊണ്ട് ഓക്കെ അർജൻറ്റീനയും മെസ്സിയും കയറി പോകുന്നു, ഫൈനൽ വരെ എത്തുന്നു, അതുകൊണ്ട് മാത്രമാണ് വ്യൂസ് നിൽക്കുന്നത് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ. പുതിയ പ്ലേയേഴ്സ് വരുന്നു, പുതിയ ആക്ടേഴ്സ്. ഹാലൻഡ് വരുന്നു. സല ചില്ലറക്കാരനാണോ? സല ഇതേപോലെ തന്നെ ബ്രാൻഡ് വാല്യൂ ഉള്ള ആളല്ലേ, വ്യൂഷിപ്പ് ആളല്ലേ. മൊറോക്കോ എന്ന് മാത്രമേ സല ഉണ്ടെന്ന് വിചാരിക്കുക, സെമി വരെ സല ഉണ്ടെന്ന് വിചാരിക്കുക, അല്ല ഈജിപ്ത് ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു വലിയൊരു പോപ്പുലേഷൻ, വലിയ തോതിൽ വ്യൂവർഷിപ്പ് വേറെ നിലയ്ക്ക് വരില്ലേ. അതുകൊണ്ട് മെസ്സി ഉള്ളത് കൊണ്ട് മാത്രമാണ്, അർജൻറ്റീന ഉള്ളത് കൊണ്ട് മാത്രമാണ് വ്യൂവർഷിപ്പ് ഉണ്ടാവുക എന്ന വാദവും അതാണ് അത്ര ബലമുള്ള വാദമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇത് ഉയർന്നൊരു വാദമാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു ട്രാക്ഷൻ കിട്ടുന്ന എന്താണ് കാരണം? ഫിഫ ഇങ്ങനെയൊക്കെ കളിക്കണ ഒരു ഏർപ്പാടാണ് എന്നൊരു ചിന്ത ഇത്തവണ വളരെ അധികം വന്നിട്ടുണ്ട്. അതൊരിക്കലും ഇല്ല എന്നുള്ളതല്ല, ഇത്തവണ അത് വളരെ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ കളിയും ഈ പറയുന്ന ഇത് ഡിസാലവ് ചെയ്ത സംഭവവും അതിന് അടിവരയിടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംബന്ധമായിട്ടുള്ള പലതരം ഡിബേറ്റുകൾ വരും. അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഏറ്റെടുക്കുന്നു, പലതരത്തിൽ വേറെ പ്ലെയേഴ്സ് ഏറ്റെടുക്കുന്നു, റിട്ടയർ ചെയ്ത പ്ലെയേഴ്സ് ഏറ്റെടുക്കുന്നു, കോച്ചുമാർ ഏറ്റെടുക്കുന്നു. ഈവൻ മംദാനി വരെ അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നു. അവർ കൊള്ളയടിക്കപ്പെട്ടതാണ്, ഒരു സ്റ്റോളൻ വേർഡ്, റോബ്ഡാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സ്വാഭാവികമായിട്ടും ആ ചർച്ച അവിടെ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞാൽ പൊളിറ്റിക്കൽ, ഇപ്പോൾ അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട് അർജൻറ്റീന ഒരു പ്രോ ഇസ്രായേൽ സമീപനം സ്വീകരിച്ച ഒരു രാജ്യമാണ്. പ്രോ ഇസ്രായേൽ സമീപനം സ്വീകരിച്ച ടീമല്ല കേട്ടോ, അതുകൊണ്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ടീം എന്നുള്ള നമ്മൾ പറയുകയാണെങ്കിൽ അപ്പുറത്ത് ബ്രസീലിൻ്റെ നെയ്മർ വളരെ പരസ്യമായി അവിടുത്തെ വലതുപക്ഷ നേതാവ് ബോൾസനാനോയ്ക്ക് വേണ്ടിയിട്ട് ബോൾസനാനോയുടെ ഏറ്റവും വലിയ ലോയലിസ്റ്റ് എന്ന ഒരാളാണ്. അർജൻറ്റീനൻ അവിടുത്തെ പുതിയ പ്രസിഡൻറ്റ് ഒരു ട്രംപിനെ പോലെ തന്നെ ഒരു അരക്കിറുക്കൻ ഹെവിയർ മില്ലി എന്ന് പറയുന്ന കക്ഷി അർജൻറ്റീനയുടെ, അയാൾ സ്വയം ജൂതനാകാൻ ആഗ്രഹിക്കുന്ന, ഇസ്രായേലിന് വേണ്ടി സ്വയം സമർപ്പിച്ച ഒരു മനുഷ്യനാണ്. ഇസ്രായേലിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അർജൻറ്റൈൻ ടീം അങ്ങനെയാണ്, അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ്, അവിടുത്തെ കളിക്കാർ അങ്ങനെയാണെന്ന അഭിപ്രായം ഒരർത്ഥമില്ല. ഇനി അതാണ് ഒരു മാനദണ്ഡമായിട്ട് സ്വീകരിക്കുന്നതെങ്കിൽ അതേ സാധനം ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സിസിക്കും അപ്ലൈ ആവുന്നതാണ്. ഇപ്പോൾ ഗസയിലെ മനുഷ്യർ ഇങ്ങനെ അലമ്പിൽപ്പെടുന്നതിന് ഒരു കാരണം ഇസ്രായേൽ ആണെങ്കിൽ അതേപോലെ കാരണക്കാരനാണ് ഈ സിസി. ഈ ഗസയെ അടച്ചു പൂട്ടിയിരിക്കുന്ന ഒരാളാരാണ്? അത് സിസി അല്ലേ. റഫ അതിർത്തി അങ്ങേരുടെ സോവറിറ്റി, അങ്ങേരുടെ അതിർത്തിയുള്ള സ്ഥലമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈജിപ്ത് പൊളിറ്റിക്കലി ഭയങ്കര സംഭവം, പലസ്റ്റൈൻ അർജൻറ്റീനൻ മെസ്സിയും ടീമും അതിലൊന്നും നടത്തില്ല. ഓഫ് കോഴ്സ് അർജൻറ്റീൻ ആരാധകരുടെ ഭാഗത്തു നിന്ന് ചില ഘട്ടങ്ങളിൽ കളിക്കാരുടെ ഭാഗത്ത് നിന്ന് വംശീയമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അർജൻറ്റീനൻ ഗാലറിയിൽ നിന്ന് ആ സ്വഭാവത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. മൊത്തത്തിലൊരു വംശീയ മനോഭാവം പല സന്ദർഭങ്ങളിലായിട്ട് കാണിച്ചതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇന്നലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഗസ പ്രൊട്ടസ്റ്റ് ഇൻ ബ്യൂണസ് അയേഴ്സ് എന്ന് കിട്ടുമ്പോൾ ഒരു 100 വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവും, സ്വാഭാവികം, അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ പക്ഷേ ഇതൊക്കെ ആളുകൾ പരസ്പരം കൂട്ടിക്കലർത്തി അതിനകത്തൊരു തിയറി ഉണ്ടാക്കുന്നു, അങ്ങനെ പോകുന്നു. പക്ഷേ അതിനൊക്കെ സാധൂകരിക്കുന്ന ഒരു സംഗതി ഞാൻ പറയുന്നത്, ഇതിലെല്ലാം ഞങ്ങൾ ക്ലീനാണ് എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ഫിഫയില്ല. ഫിഫ എന്തൊക്കെയോ കളി ഇതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുന്നുണ്ട് എന്ന തോന്നൽ വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് വലിയ ട്രാക്ഷൻ കിട്ടുന്നത്.